പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഭഗവത്ഗീതയാകുന്നു. ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ ജ്ഞാനകർമ്മ സന്യാസ യോഗം എന്ന 4-ാമത്തെ അധ്യായത്തിലെ നാം ഇപ്പോൾ പ്രതിപാദിക്കുന്ന ചർച്ച ചെയ്യുന്ന ശ്ലോകം 28-ാമത്തേതാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ ശ്ലോകം ശ്രദ്ധിക്കുക. ദ്രവ്യയജ്ഞസ്തപോ യജ്ഞ യോഗായജ്ഞസ്തഥാപരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച യദയ സംശിതവ്രതാഃ. അടുത്തതായി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ദ്രവ്യയജ്ഞാഃ തപോയജ്ഞാഃ യോഗായജ്ഞാഃ തഥാ അപരേ സ്വാധ്യായജ്ഞാനയജ്ഞാഃ ച യദയഃ സംശിതവ്രതാഃ. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു ശ്ലോകത്തിൻ്റെ അന്വയം. തഥാ അവരെ ദ്രവ്യയജ്ഞാഃ തപോയജ്ഞാഃ യോഗായജ്ഞാഃ സ്വാധ്യായജ്ഞാനയജ്ഞാഃ ച യദയഃ സംശിതവ്രതാഃ. അടുത്തതായി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ദ്രവ്യദാനം എന്ന യജ്ഞം ചെയ്യുന്നവരും തപസ് എന്ന യജ്ഞം അനുഷ്ഠിക്കുന്നവരും ചിത്തവൃത്തി നിരോധമെന്ന യജ്ഞം ചെയ്യുന്നവരും വേദാധ്യയനമെന്ന യജ്ഞകർമ്മം അനുഷ്ഠിക്കുന്നവരും അപ്രകാരം തന്നെ ശാസ്ത്രജ്ഞാനമാകുന്ന യജ്ഞം അനുഷ്ഠിക്കുന്നവരും ആയിട്ട് പല പ്രകാരത്തിൽ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന യജ്ഞകർത്താക്കൾ ഉണ്ട്. ഇവരൊക്കെ തന്നെ അങ്ങേയറ്റം കഠിനമായി പ്രയത്നിക്കുന്നവരും വ്രതനിഷ്ഠ പുലർത്തുന്നവരുമാണെന്ന് ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.